ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ തക്കുടുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യണ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് താമസമായിട്ട് 2 മാസമായിട്ടുള്ളൂ. അതിന് മുന്നേ നമ്മൾ വേറെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് പെട്ടെന്ന് മാറുന്നത്? ഈ വീട്ടിലേക്ക് മാറിയിട്ട് അധികം ആയിട്ടില്ലല്ലോ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഈ വീട് ഷീറ്റ് വീടാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ്. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ പറയുന്നത് അല്ലെങ്കിലേ ചൂട് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഷീറ്റ് വീടായതുകൊണ്ട് നമുക്ക് തീരെ ചൂട് പറ്റണില്ല. ഞങ്ങൾക്ക് പിന്നെയും കുഴപ്പമില്ല, കുട്ടികൾക്ക് വെച്ചെങ്കിൽ അതിലേറെ തീരെ വയ്യാണ്ടാവുകയാണ്. ചൂട് തട്ടിയിട്ട് സാധാ ഓട് വീടിനേക്കാളും വാർപ്പ് വീടിനേക്കാളും ഷീറ്റ് വീടിന് ഭയങ്കര ചൂടായിട്ടുണ്ടാവുക. അതും ഈ വീടിൻ്റെ ഷീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പൊക്കത്തിലല്ല, ഞങ്ങളൊക്കെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ തലേൻ്റെ മുകളിലാട്ട ഷീറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര ഉയരമുള്ള വീടൊന്നല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് തീരെ പറ്റണില്ല. ഭയങ്കരമായിട്ട് അസുഖങ്ങളൊക്കെ വരികയാണ് ചൂട് തട്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ വേറൊരു വീട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിലേക്ക് നിന്ന് മാറുകയാണ്. അതിൻ്റെ വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. എങ്ങോട്ടാണ് മാറിയേക്കണേന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കേണ്ട ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലമാരയിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്, ഡ്രസ്സുകളൊക്കെ. കാരണം നമ്മൾ അലമാര എടുത്ത് വണ്ടിയിൽ വയ്ക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് എല്ലാം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വീട് മാറുന്ന തിരക്കിലാണ് തക്കുടു ഇരുന്ന് പഠിക്കുന്നത്. പഠിക്കുന്നല്ല കേട്ടോ, ചുമ്മാ വെറുതെ പേനും പുസ്തകം എടുത്ത് എഴുതി കളിക്കുകയാണ്. അപ്പോൾ അവൻ അങ്ങനെ അവൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അടുക്കളയത്തെ ഡ്യൂട്ടി എൻ്റെയാണ് കേട്ടോ. സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുക എന്നുള്ളത്, പാത്രങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുക. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്തത്. ഉച്ചയ്ക്കുള്ളതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാട്ടെ ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വീട്ടിൽ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ശരിക്കും പോലെ നടക്കില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ വാങ്ങിച്ചത്, രാത്രിക്കേക്കുള്ളത് പിന്നെ വീട്ടിൽ പോയിട്ട് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ, എൻ്റെ വീട്ടിൽ പോയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ പോണേറ്റ് മുമ്പ് കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഗ്യാസ് അടുപ്പ് വെച്ചേക്കണം നമ്മളൊരു മേശേൻ്റെ മുകളിലല്ല. അപ്പോൾ ആ മേശേൻ്റെ വിരിയൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി ഇട്ടിട്ട് വേണം പോവാൻ. ഫുഡ് വാങ്ങിക്കാൻ പോകാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പോവാൻ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഫുഡ് വാങ്ങിച്ച് വരുമ്പോഴേക്കും മേശവിരിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് പോവുകയാണ് വേണ്ടൂട്ടോ മറ്റേ പുതിയ വീട്ടിലേക്ക്. അപ്പോൾ കഴുകാനുള്ളതൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ മിക്കത് ഈ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് പുതിയ വീട്ടിലേക്ക് പോണത്. അപ്പോൾ ഗ്യാസ് അടുപ്പൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഒക്കെ വണ്ടിയും വെച്ചിട്ട് പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ കുറച്ച് കൂടുതലുണ്ട്. കാണുമ്പോൾ ചെറിയൊരു വീട് കുറച്ച് സാധനങ്ങളുള്ള തോന്നെങ്കിലും വലിച്ചിട്ട് അടുക്കി പെറുക്കി വന്നപ്പോഴേക്കും 2 ട്രിപ്പിനുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ 2 ട്രിപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പൈസയാവും വണ്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ട്രിപ്പിൽ തന്നെ ഒതുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചേക്കാണ്. അപ്പോൾ പറ്റാവുന്ന സാധനങ്ങളൊക്കെ ചാക്കിൽ കെട്ടിയിട്ട് ഞങ്ങളുടെ 2 വീലറും വെച്ചിട്ടാണ് പുതിയ വീട്ടിലേക്ക് കൊണ്ടുവച്ചേട്ടാ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവച്ചുകൊണ്ട് തന്നെ ഉപകാരമായി. നമുക്ക് ഒരു ട്രിപ്പിൽ തന്നെ സാധനങ്ങൾ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ട്. അല്ലെങ്കിൽ 2 ട്രിപ്പാണ് നമ്മൾ വണ്ടി വിളിക്കുക. 2 ട്രിപ്പ് വരുമ്പോൾ നല്ല പൈസ കൂട്ടാ. കണ്ട ഞാൻ പറഞ്ഞില്ലേ ഷീറ്റ് വീടാന്ന്. കണ്ട ഷീറ്റ് നമ്മളുടെ തലേൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഞങ്ങളെല്ലാവരും ഹൈറ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ചൂട് തട്ടുന്നുണ്ട് കേട്ടോ മേത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ ഉച്ചയായപ്പോൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കട്ടെ. ഇവിടെ നല്ല അടിപൊളി ബിരിയാണി കിട്ടും. 85 രൂപയുള്ള ബിരിയാണിക്ക് നല്ല സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ബിരിയാണി വാങ്ങിച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ പുതിയ വീട്ടിൽ പോയിരുന്നിട്ട് കഴിക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കണം, നല്ല തണുത്ത വെള്ളം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ചൂടുകാലം ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും തണുത്ത വെള്ളമല്ലോ കുടിക്കുക. അപ്പോൾ നമുക്ക് 1 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം, 5 രൂപയ്ക്ക് 5 ലിറ്റർ വെള്ളം, ഇങ്ങനത്തെ ഒരു സംരംഭം ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് തുടങ്ങിയേക്കുന്നത്. പന്നിത്തടം നമ്മുടെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് തുടങ്ങിയേക്കുന്നത് കേട്ടോ, ചെറിയ സ്കൂളിൻ്റെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപകാരമുള്ളൊരു കാര്യമാണ്. നമ്മൾ വെറുതെ കുപ്പി കൊണ്ടുപോയാൽ മതി. അതുപോലെ തന്നെ 1 രൂപയും കൊണ്ടുപോയാൽ നമുക്ക് 1 ലിറ്റർ വെള്ളം കിട്ടും, തണുത്ത വെള്ളം. നമ്മൾ കടയിൽ നിന്ന് 1 ലിറ്റർ വെള്ളം വാങ്ങുമ്പോൾ 20 രൂപയാണ് കേട്ടോ. ഇത് 1 രൂപയ്ക്ക് കിട്ടുക പറഞ്ഞാൽ ലാഭമല്ലേ. നമ്മൾ ജസ്റ്റ് ഒന്ന് കോയിന് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പുറത്തുള്ള ബട്ടൺ. അപ്പോൾ തന്നെ തണുത്ത വെള്ളം വരും കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 രൂപ ഇട്ട് കൊടുക്കുമ്പോൾ അത് വലിയ 1 രൂപേൻ്റെ തുട്ടാവണം കേട്ടോ. ചെറിയ 1 രൂപയായി കഴിഞ്ഞാൽ കിട്ടില്ല. നമ്മൾ ചെറിയ 1 രൂപേൻ്റെ തുട്ട് ഇട്ട് കഴിഞ്ഞാൽ പറ്റാത്ത പൈസ എന്നുണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടും കേട്ടോ. അപ്പുറത്തെ ഒരു സ്ഥലം കൂടി ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് തിരിച്ച് വരും. നമുക്ക് പൈസ പറ്റാത്തതുകൊണ്ട് കണ്ട ഞങ്ങൾ ചെറിയ 1 രൂപ ഇട്ടപ്പോൾ അപ്പുറത്ത് കൂടെ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ വലിയ 1 രൂപേൻ്റെ തുട്ടും ഇട്ടപ്പോൾ കറക്റ്റായിട്ടാണ്. അപ്പോൾ ഈ സംഭവം പറയുന്നത് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. കണ്ട ടൈമറും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. നമുക്ക് ഉപകാരമുള്ളൊരു സംഭവമാണ്. AC മൊയ്തീനൊക്കെ കേട്ടോ ഉദ്ഘാടനം ചെയ്തേക്കുന്നത്. അങ്ങനെ അതൊക്കെ വെള്ളമൊക്കെ പിടിച്ചിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുതിയ വീട്ടിലേക്ക് വന്നു. പുതിയ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ വന്നത്, കുറച്ച് സാധനങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റാവുന്ന പോലെ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാം. ഉച്ചരിഞ്ഞാലാണ് നമ്മൾ വണ്ടി വിളിച്ചിട്ട് കൊണ്ടുവരാൻ വെച്ചേക്കണം സാധനങ്ങൾ. ഈ നട്ടപ്പാറ വെയിലത്ത് നമുക്ക് സാധനങ്ങൾ വണ്ടി വിളിച്ചിട്ട് അതിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിട്ടാണ് കേട്ടോ. ഈ വെയിലത്ത് നമ്മൾ സാധനങ്ങൾ എടുത്ത് വെക്കണ്ടേ. അപ്പോൾ ഉച്ചരിയണ സമയം വരെ നമ്മൾ ചാക്കിലാക്കി വെച്ച സാധനങ്ങളൊക്കെ ഈ വീട്ടിലേക്ക് കൊടുന്നിട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ഒതുക്കി വെക്കാണ്ട് പിന്നെ ഈ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഞാവൽപ്പഴം വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അതാട്ടെ ഞാൻ ഇപ്പോൾ കാട്ടി തന്നത് കണ്ട, നിറച്ച് ഞാവൽപ്പഴമാണ് മുറ്റത്ത് തന്നെ വീണ് കിടക്കുന്നത്. നമുക്കത് കഴുകിയിട്ടൊക്കെ ഒന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. ഞങ്ങൾ മുമ്പ് താമസിച്ച വീടിൻ്റെ
അടുത്ത് തന്നെയാണ് കേട്ടോ ഈ വീടുള്ളത്. കുറച്ച് ദൂരം തന്നെ ഉള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട്. ഇതും പന്നിത്തടത്ത് തന്നെയാണ് കേട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ റെൻറ്റ് 4000 രൂപയാണ്. ആ റെൻറ്റ് തന്നെയാണ് ഈ വീടിനും. പക്ഷേ ഈ വീടിന് ഭയങ്കര സൗകര്യം ഉണ്ട് കേട്ടോ. ആ വീടിനെ വെച്ച് നോക്കുമ്പോൾ 2 റൂമും പിന്നെ അടുക്കളയും പിന്നെ ഉള്ളിൽ തന്നെയാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ. മറ്റേ വീടിന് പുറത്തായിരുന്നു ബാത്റൂം, സൗകര്യങ്ങളും കുറവായിരുന്നു. പക്ഷെ 4000 രൂപയ്ക്ക് ഈ വീട് പറയുന്നത് നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാകും കുട്ടികൾക്ക്. കാരണം കുറേ വളഞ്ഞും തിരിഞ്ഞിട്ടൊക്കെ ഉള്ള വഴികളാണ്. അതുകൊണ്ട് സ്കൂളിലേക്കൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാകും തോന്നുന്നു. അതൊക്കെ നോക്കിയിട്ട് വേണം തക്കുടൂനെ സ്കൂളിൽ ചേർത്താനൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങളും കഴിക്കുന്നുണ്ട് കേട്ടോ. 2 ബിരിയാണിയാണ് വാങ്ങിച്ചേക്കുന്നത്. 2 ബിരിയാണി തന്നെ അത്യാവശ്യം ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ ഉള്ള ഉണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യും. വീടിൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണിച്ചു തരുന്നില്ല കേട്ടോ. അതൊക്കെ വഴിയേ ഞാൻ കാട്ടിത്തരാം, സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വഴിയേ വരും കേട്ടോ. അവൻ ഉച്ചരിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാ വീട്ടിൽ നിന്നും കുറേ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കട്ടിൽ, അലമാര, വാഷിംഗ് മെഷീൻ, അങ്ങനത്തെ വലിയ വലിയ സാധനങ്ങളൊക്കെ. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ 2 വീലറും വെച്ച് കൊണ്ടുപോയിട്ടാണ്. ഞങ്ങളെല്ലാം ഇക്കയാണ് കൊണ്ടുപോയത്. പാവം ഞാനവിടെ ചുമ്മാ കുട്ടികളെ പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക, ഇത്ര മാത്രമേ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഉണ്ണികളുള്ളതുകൊണ്ട് വല്ലാണ്ട് ഒതുക്കി വെക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ബാക്കിയൊക്കെ ഇക്കാണ് കേട്ടോ ചെയ്തത്. ഇക്ക തന്നെ കണ്ട തന്നേക്ക് സാധനങ്ങളൊക്കെ പൊന്തിച്ച് കൊടുന്ന് വെക്കുന്നത്. എനിക്ക് വീഡിയോ എടുക്കേണ്ടത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയത്. മറിച്ച് ഞാനും പണികൾ ചെയ്യാൻ നിൽക്കുകയെങ്കിൽ ഈ വീഡിയോ പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉച്ചരിഞ്ഞപ്പോൾ സാധനങ്ങളൊക്കെ ഇതാ കയറ്റിയിട്ട് കൊണ്ടുപോവാണ് നമ്മൾ വീട്ടിലേക്ക്. അങ്ങനെ ഈ വീടിനോട് നമ്മൾ വിട പറയുകയാണ് കേട്ടോ. ഒരു കണക്കിന് ആലോചിച്ച് അധികം വിഷമമൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടധികം ഇല്ലാത്ത വീട്ടിലേക്ക് പോകാൻ പറ്റുമല്ലോ. ചൂടില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിനെ സംബന്ധിച്ച് അധികം ചൂടില്ലാത്ത വീട്. അതിപ്പോൾ നോക്കിയേക്കണ വീട് പറയുന്നത് ഓട് വീട് തന്നെ. പക്ഷേ ഉള്ളിൽ നമുക്ക് ധാരാളം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിൽ നമുക്ക് മച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പണ്ടത്തെ ഒരു വീടിൻ്റെ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മോഡലായതുകൊണ്ട് തന്നെ അധികം ചൂട് വരുന്നില്ല. ചുറ്റോറും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കും എനിക്കൊക്കെ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. ഇവിടെ നിന്ന് പോവുക എന്ന് പറയുമ്പോൾ ചൂടധികം കൊള്ളണ്ടല്ലോ ഇനി പോണ വീട്ടിൽ നിന്ന് ആലോചിക്കുമ്പോൾ. പിന്നെ നമ്മുടെ പൂച്ചകളൊക്കെ സേഫായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. പൂച്ചയും പൂച്ചക്കുട്ടികളൊക്കെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവരിനൊക്കെ നമുക്ക് ആ വീട്ടിൽ പോയിട്ട് സെറ്റ് ചെയ്യണം. സത്യത്തിൽ വീട് മാറുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പ്രയാസമുള്ള കാര്യങ്ങളാട്ടോ. സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കുക പറയുന്നത് തന്നെ ഭയങ്കര പ്രയാസമാണ്. എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരാഴ്ച പിടിക്കും കേട്ടോ. എന്തായാലും ഇനിയുള്ള വീട്ടിൽ ശരിക്കും പോലെ നിൽക്കാൻ പറ്റട്ടെ എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രാർത്ഥന. സ്വന്തമായിട്ട് വീടാവണ വരെ എന്തായാലും ഈ ഓട്ടപ്പാച്ചിലുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പെട്ടെന്ന് സ്വന്തമായിട്ടൊരു വീടൊക്കെ ആവട്ടെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഓട്ടപ്പാച്ചിലൊക്കെ നിന്നോളും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ പുലർച്ചെ ചായ കുടിക്കാൻ വന്നേക്കുക കേട്ടോ. പെരുമ്പിലാവിലേക്ക് ഇടക്കിടക്ക് ചായ കുടിക്കാൻ വരാറുണ്ട് പെരുമ്പിലാവിലേക്ക്. അപ്പോൾ പുലർച്ചെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നു. ചായയും കടിയൊക്കെ കഴിച്ചു. പിന്നെ എനിക്കൊരു വീക്ക്നെസ് പറയുന്നത് കടലമിഠായി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കടലമിഠായിയും വാങ്ങിച്ചു. നേരെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി തുടരെ വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.